Hi all. Today we are going to learn some important points from classicism and neoclassicism. ഇത് ലിറ്റററി ടേം ആൻഡ് മൂവ്മെൻറ്റിൽ വരുന്നതാണ് ക്ലാസിസം നിയോക്ലാസിസം. നമുക്കത് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒന്ന് നോക്കാം. ക്ലാസിസിസം വേർഡ് ക്ലാസിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഏൻഷ്യൻ ഗ്രീക്ക്. ഈ രണ്ട് ഡിഫറെൻറ്റ് മീനിങ് ഉണ്ട്. ഏൻഷ്യൻ്റ് എന്നും ഗ്രേറ്റ് എന്നുള്ള മീനിങ് ഉണ്ട്. ക്ലാസിസിസം ഫോളോസ് ദ ഐഡിയാസ് ഓഫ് Greek and Roman literature, art and architecture. ക്ലാസിസിസം ഗ്രീക്ക് റോമൻ ലിറ്ററേച്ചറിനെയായിരുന്നു മെയിൻലി ഫോളോ ചെയ്തിരുന്നത് ക്ലാസിസിസം. ഓക്കെ, ഇവർക്ക് ഹൈ എക്സലൻസ് ഉണ്ട്, നാച്ചുറൽ ജീനിയസ് ആണ്. പക്ഷെ അവർ ബാലൻസ് ചെയ്തിരുന്നു. ഇൻ്റലക്ച്വലും എസ്തെറ്റിക്കും പ്ലഷറും തമ്മിൽ അവർ ബാലൻസ് ചെയ്താണ് അവരുടെ റൈറ്റിംഗ് നടത്തിയിരുന്നത്. ക്ലാസിസിസം ഈ റൊമാൻറ്റിസിസം ഉണ്ടല്ലോ, നമ്മുടെ റൊമാൻറ്റിസിസം സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നത് ലിറിക്കൽ ബാലഡിൻ്റെ വരവോട് കൂടിയാണ് 1798. എന്നിട്ട് ഈ റൊമാൻറ്റിസിസത്തിന് നേരെ ഓപ്പോസിറ്റായിരുന്നു ക്ലാസിസിസം. റൊമാൻറ്റിസം ഇമാജിനേഷനിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നതെങ്കിൽ ക്ലാസിസിസം റിയലിസത്തിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഓക്കെ, സം ക്ലാസിക് റൈറ്റേഴ്സ് ഈ ഒരു വർക്ക്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. മാത്ത് ഫോളോയിങ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. ഓക്കെ, പ്ലേറ്റോയുടെ വർക്കാണ് റിപ്പബ്ലിക്. അരിസ്റ്റോട്ടിൽ പോയറ്റിക്സ്. നമുക്ക് അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഹൊറേസ് പോയറ്റിക്ക ഓർ ആർട്ട് ഓഫ് പോയട്രി എന്ന് പറയും. ലോഞ്ചിനസിൻ്റെയാണ് ഓൺ ദി സബ്ലൈം. സോ പ്ലീസ് നോട്ട് ദിസ് വർക്ക്സ്, വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ക്ലാസിക്കൽ റൈറ്റേഴ്സ് ഒരു ഫോളോ ചെയ്യുന്നത് 3 യൂണിറ്റീസ് ഇൻ ഡ്രാമയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസിക് റൈറ്റേഴ്സ് ഫോളോഡ് 3 യൂണിറ്റീസ് ഇൻ ഡ്രാമ ആൻഡ് പോയട്രി: ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ. These rules were given by Aristotle and ancient critics. 3 യൂണിറ്റീസ് ഇൻ ഡ്രാമ ആൻഡ് പോയട്രി ഏതൊക്കെയാണ്? ടൈം, പ്ലേസ്, ആക്ഷൻ. ഈ ഒരു റൂള് കൊണ്ടുവന്നത് അരിസ്റ്റോട്ടിലും പിന്നെ ഏൻഷ്യൻ ആർട്ട് ക്രിട്ടിക്സും ആയിരുന്നു. ഓക്കെ, അന്നേരം ഈ വർക്ക്സ് ഒന്ന് നോക്കിക്കോണം. പ്ലേറ്റോ റിപ്പബ്ലിക്, അരിസ്റ്റോട്ടിൽ പോയറ്റിക്സ്, ഹോറേസ് ആർട്സ് പോയറ്റിക്ക ആൻഡ് ലോഞ്ചിനസ് ഓൺ ദ സപ്ലൈ. Critical writers follow the rules and regulation as followed by ancient critics like Plato, Aristotle, Longinus, Dante. ക്ലാസിക്കൽ റൈറ്റേഴ്സ് ഫോളോ ചെയ്തത് പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിൻ്റെയും ലോഞ്ചിനസ്, ഡാൻഡി ഇവരുടെയൊക്കെ റൂൾസും റെഗുലേഷൻസും അനുസരിച്ചാണ് ഫോളോ ചെയ്തത്. 3 യൂണിറ്റീസ് ഏതൊക്കെയായിരുന്നു ഡ്രാമ പോയട്രിയിൽ? ടൈം, പ്ലേസ്, ആക്ഷൻ. ഇത് ഫോളോ ചെയ്തിട്ടാണ്. ഇത് ഫോളോ ചെയ്ത റൈറ്റേഴ്സാണ് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ലോഞ്ചിനസ്, ഡാൻഡെ. അന്നേരം ഇവരുടെ വർക്ക്സാണ് ക്ലാസിക്കൽ റൈറ്റേഴ്സും ഫോളോ ചെയ്തിരുന്നത്. ഇവർ ഏൻഷ്യൻ ക്രിട്ടിക്സ് ആയിരുന്നു. ഓക്കെ, ദ ബെസ്റ്റ് ഓഫ് മോഡേൺ poets in all languages are those that have nearest copied the ancient എന്ന് പറഞ്ഞത് വാൾഷ് ആയിരുന്നു. ക്ലാസിക്കൽ റൈറ്റേഴ്സ് ഓഫ് 18th century wrote literature and guidelines given by the ancient critics. 18th centuryയിലും ഈ ക്ലാസിക്കൽ റൈറ്റേഴ്സിൻ്റെ വർക്ക്സ് ഫോളോ ചെയ്തിട്ടുണ്ട്. 18th centuryയിലും ക്ലാസിക്കൽ വർക്ക്സ് ഉണ്ട്. അതിലും അവർ ഫോളോ ചെയ്തത് ഈ ക്ലാസിക്കൽ റൈറ്റേഴ്സിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരുന്നു. ക്ലാസിസിസ്റ്റ് കൺസിഡർ ലിറ്ററേച്ചർ ആസ് എ ടൂൾ ടു ടീച്ച് സൊസൈറ്റി മോറൽ ലെസൺ. സൊസൈറ്റിയെ പഠിപ്പിക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്തിരുന്നു ക്ലാസിക്കൽ ലിറ്ററേച്ചർ. സൊസൈറ്റിയിലെ മോറൽ ലെസൺസ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി ക്ലാസിക്കൽ വർക്ക്സ് ഇവർ ഫോളോ ചെയ്തിരുന്നു റൈറ്റേഴ്സ്. 18th centuryയിലായാലും മോഡേൺ സെഞ്ച്വറിയിലൊക്കെ ആയാലും മോഡേൺ ലിറ്ററേച്ചറിലും എല്ലാം ക്ലാസിക്കൽ വർക്ക്സ് ഉണ്ട്. അവരെല്ലാം ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്താണ് എഴുതിയിരുന്നത്. Classicism has been important for many centuries. Writers in different period looks back Greek and Roman writers and copied their style. Some of the famous times were Renaissance പീരീഡിലും ഇവരുടെ ക്ലാസിക് വർക്ക്സിനെ ലിറ്ററേച്ചറിനെ, അതായത് ഗ്രീക്ക് ആൻഡ് റോമൻ ലിറ്ററേച്ചർ ഫോളോ ചെയ്തായിരുന്നു എഴുതിയിരുന്നത് റിനൈസൻസ് പീരീഡിലും. ബിക്കോസ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രിൻറ്റിംഗ് ടെക്നോളജി. റിനൈസൻസ് പീരീഡ് ആയപ്പോഴത്തേക്കിന് പ്രിൻറ്റിംഗ് ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തു. സോ ട്രാൻസ്ലേഷൻസ് വെയർ ഈസിലി അവൈലബിൾ. ഈ ക്ലാസിക്കൽ റൈറ്റേഴ്സ്, ഏൻഷ്യൻ ക്രിട്ടിക്സിൻ്റെയൊക്കെ വർക്ക്സ് റിനൈസൻസ് പീരീഡ് ആയപ്പോൾ ഈസിലി അവൈലബിളായി.
Many French dramatists like Molière and Corneille were influenced by Greek and Roman literature like Aeschylus and Sophocles. ഇവരുടെയൊക്കെ എസ്ക്ലസിനെ സോഫോക്ലസിൻ്റെ ഒക്കെ ലിറ്ററേച്ചറിൽ ഇൻഫ്ലുവൻസ്ഡ് ആയി ഫ്രഞ്ച് ഡ്രാമാറ്റിസ്റ്റായ മോളിയോ, കോർണിയൽ. ഓക്കെ, അങ്ങനെ ബിക്കോസ് ഇവർക്ക് റിനൈസൻസ് പീരീഡ് ആയപ്പോൾ നമുക്കറിയാം പ്രിൻറ്റിങ് ടെക്നോളജിയൊക്കെ വന്ന് ഇഷ്ടംപോലെ ട്രാൻസ്ലേഷനൊക്കെ അവൈലബിളായി. ഈ ട്രാൻസ്ലേഷൻ വർക്ക്സ് ഒക്കെ ഈ ഫ്രഞ്ച് ഡ്രമാറ്റിസ്റ്റായ മോളിയോ, കോർണെയിൽ ഇവരൊക്കെ വായിച്ച് വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയി. അങ്ങനെ ക്ലാസിക്കൽ വർക്ക്സും റിനൈസൻസ് പീരീഡിൽ റിനൈസൻസ് പീരീഡ് ആയപ്പോഴത്തേക്കിന് എല്ലാവരിലും ഇൻഫ്ലുവൻസ് ചെയ്ത് അങ്ങനെ ഇവർ ക്ലാസിക്കൽ റൈറ്റിങ്ങിലോട്ട് എത്തിച്ചേർന്നു. ഓക്കെ, ദെൻ എൻലൈറ്റൻ പീരീഡ്, ദാറ്റ് ഈസ് 1600 to 1700. ഈവൻ 20th century writers used this classical ideas. 20th centuryയിലും ക്ലാസിക്കൽ വർക്ക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് എഴുതുന്നുണ്ട്. മേജർ ക്ലാസിക്കൽ വർക്ക്സ് വെയർ റിട്ടൺ ഡ്യൂറിങ് ദ അഗസ്റ്റ്യൻ ഏജ്. അഗസ്റ്റ്യൻ ഏജ് എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി നിയോ ക്ലാസിസിസമാണ്. ഓക്കെ, ക്ലാസിക്കൽ വർക്ക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് അഗസ്റ്റ്യൻ ഏജിലും എഴുതുന്നുണ്ട്. ഏജ് ഓഫ് പോപ്പ് അറിയാം നമുക്ക്, ഏജ് ഓഫ് പോപ്പ് എന്ന് അറിയപ്പെടും അഗസ്റ്റ്യൻ ഏജ് അല്ലേ. അന്നേരം ആക്ച്വലി അഗസ്റ്റ്യൻ ഏജ്, എൻലൈറ്റ്മെൻറ്റ് ഏജ് എന്നൊക്കെ പറഞ്ഞാൽ നിയോ ക്ലാസിക്കൽ പീരീഡാണ്. ഓക്കെ, ക്ലാസിസം ഹാസ് ഇറ്റ്സ് ഇമ്പാക്ട് ഡ്യൂറിങ് ദ മോഡേൺ ഏജ് ഓൾസോ. ആൻഡ് ദീസ് ആർ സം ഓഫ് ദ ഫേമസ് ക്ലാസിക്കൽ വർക്ക്സ്. ആക്ച്വലി ഇതെല്ലാം നമുക്ക് ന്യൂ ക്ലാസിക്കൽ പീരീഡിൽ വരുന്നതും കൂടെയാണ്. മോഡേൺ പീരീഡ് ഇതൊക്കെ ഒരു ക്ലാസിക്കൽ ഏൻഷ്യൻ ക്രിട്ടിക്സിൻ്റെ വർക്ക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് എഴുതിയ സം വർക്ക്സാണ് ഈ കാണുന്ന ഫേമസ് ക്ലാസിക്കൽ വർക്ക്സാണ്. അലക്സാണ്ടർ പോപ്സ് ദ റേപ്പ് ഓഫ് ദ ലോക്ക്, നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. ഡങ്കിയാർഡ്, സാമുവൽ റിച്ചാർഡ്സൻ്റെ പമേല, ഇതൊക്കെ ക്ലാസിക്കൽ വർക്ക്സാണ്. ഓക്കെ, ഡാനിയൽ ഡെഫോയുടെ റോബിൻസൺ ക്രൂസോ, ജോനാഥൻ സ്വിഫ്റ്റ്സ് ഗളിവേഴ്സ് ട്രാവൽ, ജോസഫ് കോൺറാഡ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്, ടി.എസ്. എലിയറ്റിൻ്റെ മർഡർ ഇൻ ദ കത്തീഡ്രൽ. ഓക്കെ, പ്ലീസ് നോട്ട് ദിസ്. നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് റീഡ് ചെയ്ത് തറവാക്കി വെച്ചേക്കുക. നമുക്കിത് മാത്ത് ഫോളോയിങ് ആയിട്ടൊക്കെ ആയിരിക്കും ഇതൊക്കെ ചോദിക്കാൻ വരാൻ ചാൻസ്. ഇതിനകത്ത് ക്ലാസിക്കൽ വർക്ക്സ് തന്നിട്ട് മാത്ത് ഫോളോയിങ് ആയിട്ട് ഓത്തറൊക്കെ ചോദിക്കാം. ഓക്കെ, അതാണ് ക്ലാസിക്കൽ പീരീഡ്. നൗ ലെറ്റ്സ് മൂവ് ടു ന്യൂ ക്ലാസിസിസം. ന്യൂ ക്ലാസിസിസം എന്ന് പറഞ്ഞാൽ ഇവർ ദേ ഇമിറ്റേറ്റ് ദ സ്റ്റൈൽ ഓഫ് ക്ലാസിക്കൽ ഓർ റോമൻ ക്ലാസിക്കൽ റൈറ്റേഴ്സ്. ക്ലാസിക്കൽ റൈറ്റേഴ്സിൻ്റെയും റോമൻ ക്ലാസിക്കൽ റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രീക്ക് റൈറ്റേഴ്സിൻ്റെ ഒക്കെ വർക്ക് ഇൻഫ്ലുവൻസ് ആയിട്ട് അവരെ ഇമിറ്റേറ്റ് ചെയ്ത് എഴുതുന്ന ആൾക്കാരായിരുന്നു നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ്. ഓക്കെ, imitate the style of classical or Roman classical writers. Neoclassicism was a time when writers, artists and musicians in Europe wanted to go back to the old classical style of ancient Greek and Romans. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഈ നിയോ ക്ലാസിക്കൽ ടൈമിൽ റൈറ്റേഴ്സ് ആയാലും മ്യൂസിഷ്യൻസ് ആയാലും ഇവരൊക്കെ തിരിച്ച് ഓൾഡ് ക്ലാസിക്കൽ സ്റ്റൈല്, അതായത് ഗ്രീക്ക് റോമൻ സ്റ്റൈലൊക്കെ ഇവർ ഫോളോ ചെയ്ത് വർക്ക് ചെയ്തിരുന്നു അല്ലെങ്കിൽ മ്യൂസിക് ചെയ്തിരുന്നു. അതിനെയാണ് നിയോ ക്ലാസിസിസം എന്ന് പറയുന്നത്. ദേ ബിലീവ് ദാറ്റ് ദ ഓൾഡ് വേ വാസ് ദ ബെസ്റ്റ് വേ. അവർ ബിലീവ് ചെയ്യുന്നത് ഓൾഡ് വേ ഓഫ് റൈറ്റിംഗ് ആണ് ബെസ്റ്റ് വേ എന്ന്. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു റൂൾ, ഓർഡർ ആൻഡ് ഗുഡ് മാനർ ഇൻ റൈറ്റിംഗ് ആൻഡ് ആർട്ട്. ഇവർ ആക്ച്വലി 3 യൂണിറ്റീസ് ഇൻ ഡ്രാമ പോയട്രി യൂസ് ചെയ്തായിരുന്നു എഴുതിയത്. ദാറ്റ് ഈസ് ടൈം, പ്ലേസ്, ആക്ഷൻ. ഇതെല്ലാം ഈ റൂൾസ് ഒക്കെ ഫോളോ ചെയ്ത് കറക്റ്റ് റൂൾ ഒക്കെ ഫോളോ ചെയ്തായിരുന്നു നിയോ ക്ലാസിക്കൽ പീരീഡിലും നിയോ ക്ലാസിസിസം ആ റൈറ്റേഴ്സ് എഴുതിയിരുന്നത്. നിയോ ക്ലാസിക്കൽ പീരീഡ് സ്പാൻ ആഫ്റ്റർ ദ റെസ്റ്റോറേഷൻ കഴിഞ്ഞപ്പോഴാണ് നിയോ ക്ലാസിസം തുടങ്ങിയത്. ഓക്കെ, the movement happened from around 1660 to 1785. ചിലവർ പറയുന്നുണ്ട് ലിറിക്കൽ ബാലവൻ്റെ വരവോട് കൂടിയാണ് നിയോ ക്ലാസിസിസം അവസാനിച്ചതെന്ന്. നമുക്കറിയാം ലിറിക്കൽ ബാലഡ് മീൻ റൊമാൻറ്റിക് പീരീഡ്. അവിടെ ഇമാജിനേഷനാണ് കൂടുതൽ
ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബട്ട് ന്യൂ ക്ലാസിക്കൽ പീരീഡിൽ റിയലിസത്തിനാണ് ഇമ്പോർട്ടൻസ്. അങ്ങനെയും പറയുന്നുണ്ട്. 1798 ബൈ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ലിറിക്കൽ ബാലഡ് ആയപ്പോഴത്തേക്കിനാണ് നിയോ ക്ലാസിസം അവസാനിച്ചതെന്നും പറയുന്നുണ്ട്. നിയോ ക്ലാസിക്കൽ ഐഡിയൽ ഫൗണ്ടഡ് എസ്പെഷ്യലി ഓൺ ഹൊറേസ് ആർസ് പോയറ്റിക്ക. ഇതൊരു റോമൻ വർക്കാണ്, ക്രിറ്റിസിസമാണ്. ഓക്കെ, ഈ നിയോ ക്ലാസിക്കൽ ഐഡിയൽ മെയിൻലി ഫൗണ്ട് ചെയ്ത ഈ ഒരു വർക്കിലായിരുന്നു. ഹൊറേസ് ആർട്ട് പോയറ്റിക്ക ഈസ് ഓൾസോ നോൺ ആസ് എപ്പിസ്റ്റൽ ടു ദ പെസോൺസ് ഓർ ദ ആർട്ട് ഓഫ് പോയട്രി. ഈ രണ്ട് പേരിലും കൂടെ ഈ ഹൊറേസിൻ്റെ വർക്ക് അറിയപ്പെടും. എപ്പിസ്റ്റൽ ടു ദ പെസോൺസ് ഓർ ദ ആർട്ട് ഓഫ് പോയട്രി. ആൻഡ് നിങ്ങൾ ഈ വർക്ക്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോഴും മാറ്റ ഫോളോയിങ് ആ ഒരു ഏരിയയിലൊക്കെ ഓതർ വർക്ക് ഇവിടെ തന്നിട്ട് മാറ്റ ഫോളോയിങ് ആയിട്ടാണ് കൂടുതൽ ചോദിക്കാറ്. സോ പ്ലീസ് നോട്ട് നിയോ ക്ലാസിക്കൽ വർക്ക്സ്. ഓക്കെ. Some important writers of this time were John Dryden, Alexander Pope, Dr. Samuel Johnson, Jonathan Swift, Joseph Addison, Edmund Burke, Oliver Goldsmith. ഇവരൊക്കെയാണ് നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ്. നമ്മൾ ക്ലാസിക്സം പഠിച്ചപ്പോഴും ഇവരുടെ പേര് മെൻഷൻ ചെയ്തിരുന്നു. ക്ലാസിക്കൽ വർക്ക്സ് 18th century 20th centuryയിലൊക്കെ ഉണ്ട്. ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദീസ് റൈറ്റേഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ അവരുടെ പേരും വർക്ക്സും ഒക്കെ പറഞ്ഞിരുന്നു. ഓക്കെ. And neoclassical writers believed that old is gold. Neoclassical writers believe ചെയ്യുന്നത് old is gold, be clear and balanced. എപ്പോഴും അവർക്ക് പഴയ വർക്ക്സിനോടാണ് താല്പര്യം. ക്ലിയർ ആൻഡ് ബാലൻസ്ഡ് വർക്കാണ്. ബിക്കോസ് റൈറ്റിംഗ് ഷുഡ് ബി നീറ്റ് ആൻഡ് വെൽ പ്ലാൻഡ്. അവർ ഇത്രയും യൂണിറ്റീസ് ഓഫ് വർക്ക്, അതായത് ഡ്രാമ, പോയട്രി, ഇത്രയും യൂണിറ്റീസ് ഫോളോ ചെയ്തായിരുന്നു ക്ലാസിക്കൽ റൈറ്റേഴ്സ് എഴുതിയിരുന്നത്. സോ അവിടെ വളരെ നീറ്റുമായിരിക്കും, വളരെ സ്ട്രക്ചർഡ് പ്ലാൻഡ് ആയിട്ടുള്ള വർക്കായിരുന്നു ക്ലാസിക്കൽ വർക്ക്സ്. ഓക്കെ. ഡോണ്ട് ഗെറ്റ് ടു ഇമോഷണൽ. ക്ലാസിക്കൽ റൈറ്റേഴ്സ് ആണെങ്കിൽ ഒട്ടും ഇമോഷണൽ അല്ല എന്നായിരുന്നു നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ബിലീവ് ചെയ്തത്. അവർ എപ്പോഴും ആ ഒരു റീസൺ എപ്പോഴും അവർ കൺസിഡറേഷൻ കൊടുത്തു. ഇമോഷൻ അല്ല. റൊമാൻറ്റിക്സും വരുമ്പോൾ ഇമോഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അവിടെ റൂൾസോ റെഗുലേഷൻസോ ഒന്നുമില്ല. ഓക്കെ. ആൻഡ് ഡോണ്ട് ഗെറ്റ് ടു ഇമോഷണൽ. ക്ലാസിക്കൽ റൈറ്റർ ഒട്ടും ഇമോഷണൽ അല്ല, അധികം ഇമോഷണൽ അല്ല. ബട്ട് അവർ എസ്തെറ്റിക് പ്ലഷറിന് വാല്യൂ കൊടുത്തിരുന്നു. ഓക്കെ. അവരതിലായിരുന്നു ബാലൻസ് ചെയ്തായിരുന്നു എഴുതിയിരുന്നത്. ആൻഡ് ദേ സ്റ്റിക്ക് ടു ദ റൂൾസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. റൈറ്റിംഗ് ഈസ് എ സ്കിൽ ഫോർത്ത്. അവർ വളരെ ഇൻ്റലക്ച്വൽ പീപ്പിളായിരുന്നു, ജീനിയസ് ആയിരുന്നു. സോ അവരുടെ റൈറ്റിംഗ് വളരെ സ്കില്ലായിരുന്നു. ഓക്കെ. They thought writing was not about wild imagination or personal feeling, it was about discipline and perfection. നിയോ ക്ലാസിക്കൽ പീരീഡ് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. നിയോ ക്ലാസിക്കൽ പീരീഡിൽ വരുന്നതാണ് ദ റെസ്റ്റോറേഷൻ, ദ അഗസ്റ്റ്യൻ ഏജ്. ഈ അഗസ്റ്റ്യൻ ഏജിനെ ഏജ് ഓഫ് പോപ്പ് എന്നും അറിയപ്പെടും. ബിക്കോസ് പോപ്പ് വാസ് ദ ഫേമസ് റൈറ്റർ ഓഫ് ദാറ്റ് ഏജ്. ഓക്കെ. ദ ഏജ് ഓഫ് സെൻസിബിലിറ്റി, ഇതായിരുന്നു നിയോ ക്ലാസിക്കൽ പീരീഡ്. നിയോ ക്ലാസിക്കൽ പീരീഡിനെ തന്നെ നമുക്ക് 1660 to 1785 ആണ് പറയുന്നത്. ഈ നിയോ ക്ലാസിക്കൽ പീരീഡിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. റെസ്റ്റോറേഷൻ, അഗസ്റ്റ്യൻ ഏജ്, ഏജ് ഓഫ് സെൻസിബിലിറ്റി. റെസ്റ്റോറേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ദ ഇയർ ഇൻ വിച്ച് കിങ് ചാൾസ് സെക്കൻഡ് വാസ് റിസ്റ്റോർഡ് ടു ദ ഇംഗ്ലീഷ് ത്രോൺ. ചാൾസ് സെക്കൻഡ് ആയിരുന്നു ഭരിച്ചിരുന്ന സമയമായിരുന്നു റെസ്റ്റോറേഷൻ പീരീഡ്. അതായത് ഈ റെസ്റ്റോറേഷൻ പീരീഡിൽ തിയേറ്റർ കെയിം ബാക്ക് ടു ലൈഫ് ആഫ്റ്റർ ദ ബാൻ പ്ലേസ്ഡ് ഓൺ ദം ബൈ ദ പ്യൂരിറ്റൻസ് ഇൻ 1642. 1642 പ്യൂരിറ്റൻസ് വി നോ ദാറ്റ് അവർ വളരെ റിലീജിയസ് പീപ്പിളാണ്. അവർക്ക് ഈ തിയേറ്റർ ആയാലും ഡ്രാമ ആയാലും ഇതിനൊക്കെ എതിരായിരുന്നു പ്യൂരിറ്റൻസ്. സോ അവർ തിയേറ്ററൊക്കെ ബാൻ ചെയ്തിരുന്നു. ഇവിടെ പറയുന്നത് ദ തിയേറ്റർ കെയിം ബാക്ക് ടു ലൈഫ് ആഫ്റ്റർ ദ ബാൻ പ്ലേസ്ഡ് ഓൺ ദം ബൈ ദ പ്യൂരിറ്റൻസ് ഇൻ 1642. 1642 പ്യൂരിറ്റൻസ് തിയേറ്ററൊക്കെ ബാൻ ചെയ്തു. ഈ റെസ്റ്റോറേഷൻ പീരീഡ് ആയപ്പോൾ ഇതൊക്കെ തിരിച്ചു വന്നു, തിയേറ്ററൊക്കെ ബാക്ക് ടു ലൈഫായി. ഓക്കെ.
ആൻഡ് റെസ്റ്റോറേഷൻ കോമഡി ആയാലും കോമഡി ഓഫ് മാനേഴ്സ് ഒക്കെ ആയാലും ഈ ഒരു ടൈമിൽ വന്നു. അതിൻ്റെ ഓതേഴ്സാണ് കോമഡി ഓഫ് മാനേഴ്സ് അല്ലെങ്കിൽ റെസ്റ്റോറേഷൻ കോമഡി എഴുതിയ ഓതേഴ്സിൻ്റെ പേര് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സർ ജോർജ് തേർഡ്, വില്യം വൈക്കർലി, വില്യം കോൺക്രീവ്, ജോൺ ഡ്രൈഡൻ ഇവരൊക്കെയായിരുന്നു റൈറ്റേഴ്സ്. ആൻഡ് ഹീറോയിക് ഡ്രാമ ഓർ ട്രാജഡിയും ഈ ഒരു പീരീഡ് വന്നു. John Dryden, Thomas Ordway, and prose writers of this period were John Dryden, Samuel Pepys, Sir William Temple. Religious writers in vernacular English, John Bunyan, and philosopher John Locke. Alfra Ben, first English woman to earn her living by her pen. ആദ്യ ഇംഗ്ലീഷ് വുമൺ, ആദ്യത്തെ റൈറ്റർ ആയിരുന്നു ആൽഫ്ര ബെൻ. ഇവർ എഴുത്തിലൂടെ വരുമാനം നേടിയെടുത്ത റൈറ്ററായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ഇംഗ്ലീഷ് വുമൺ. സോ ഞാനിവിടെ റൈറ്റേഴ്സിൻ്റെ പേര് മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ടൈം പരിധിയുണ്ട്. സോ നിങ്ങൾക്ക് കൂടുതൽ റീഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ വർക്ക്സും കൂടെ ഒക്കെ ഇഫ് യു ക്യാൻ റീഡ് ഇറ്റ്. ഓക്കെ. ആൻഡ് റെസ്റ്റോറേഷൻ പീരീഡ് കഴിഞ്ഞ് അടുത്തത് ഈ ന്യൂ ക്ലാസിക്കൽ പീരീഡിൽ സെക്കൻഡ് പീരീഡാണ് അഗസ്റ്റിൻ ഏജ്. അഗസ്റ്റിൻ ഏജ് 1700 to 1745 ആണ് അഗസ്റ്റിൻ ഏജ്. ലിറ്റററി പീരീഡ് ഓഫ് വെർജിൽ, ഹൊറേസ് ആൻഡ് ഓവിഡ്. വെർജിലിൻ്റെയും ഹൊറേസിൻ്റെയും ഓവിഡിൻ്റെയൊക്കെ ലിറ്റററി പീരീഡ് ആയിരുന്നു. കം അണ്ടർ ദ റോമൻ എംപറർ അഗസ്റ്റ്യസിൻ്റെ കീഴിലായിരുന്നു ഈ ഒരു പീരീഡ് വരുന്നത്. Literary period of Virgil, Horace and Ovid under the Roman Emperor Augustus. അതാണ് അഗസ്റ്റിൻ ഏജ്. ലീഡിംഗ് റൈറ്റേഴ്സ് വെയർ അലക്സാണ്ടർ പോപ്പ്, ജൊനാഥൻ സ്വിഫ്റ്റ്, ജോസഫ് അഡിസൺ ഇവരൊക്കെയായിരുന്നു അഗസ്റ്റിൻ ഏജിലെ ലീഡിംഗ് റൈറ്റേഴ്സ്. ആൻഡ് ദേ ഇമിറ്റേറ്റഡ് റോമൻ റൈറ്റേഴ്സ് ലൈക്ക് വെർജിൽ, ഹൊറേസ്, ഓവറി. ഇവരെ മൂന്നുപേരെ ഇമിറ്റേറ്റ് ചെയ്ത് എഴുതിയ റൈറ്റേഴ്സായിരുന്നു അലക്സാണ്ടർ പോപ്പ്, ജൊനാഥൻ സ്വിഫ്റ്റ് ആൻഡ് ജോസഫ് അഡിസൺ. ആരൊക്കെയായിരുന്നു ഇമിറ്റേറ്റ് ചെയ്തത്? വെർജിൽ, ഹൊറേസ് ആൻഡ് ഓവിഡ്. Alexander Pope is the famous writer, so Augustan age is also known as Age of Pope. ഈ ഒരു ഏജ് ഓഫ് പോപ്പ് എന്നും അറിയപ്പെടും. ഇമ്പോർട്ടൻസ് ഗിവൻ ടു സറ്റയർ. ഈ ഒരു അഗസ്റ്റിൻ ഏജ് നമുക്കറിയാം പോപ്പിൻ്റെയൊക്കെ സറ്റയറുണ്ട്. ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് സറ്റയറിനായിരുന്നു. ഓക്കെ, നിങ്ങൾ ഇവരുടെയൊക്കെ വർക്ക്സ് ഒന്ന് റീഡ് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ. ഏജ് ഓഫ് സെൻസിബിലിറ്റി. നെക്സ്റ്റ് ഏജ് ഓഫ് Neoclassicism is age of sensibility. Recent sensible views and original genius control literature of this time. Okay, we all know Neoclassicism എന്ന് പറഞ്ഞാൽ ക്ലാസിക് റൈറ്റേഴ്സിനെ ഫോളോ ചെയ്ത് എഴുതിയതാണ്. സോ ദേ ആർ വെരി ഇൻ്റലക്ച്വൽ പീപ്പിൾ ആൻഡ് അവരുടെ ലിറ്ററേച്ചറും അത്രയ്ക്ക് ഇൻ്റലക്ച്വൽ ആയിരിക്കും. അവർ റീസണാണ് കൂടുതൽ വാല്യൂ കൊടുത്തിരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ ഏജ് ഓഫ് ജോൺസൻ്റെ ഏജ് എന്നും ഏജ് ഓഫ് ജോൺസൺ എന്നും ഏജ് ഓഫ് സെൻസിബിലിറ്റി അറിയപ്പെടും. ആഫ്റ്റർ ദ ഏജ് ഓഫ് സാമുവൽ ജോൺസൺ ഹു ഡോമിനേറ്റഡ് ദിസ് പീരീഡ്. ഈ ഒരു പീരീഡിൽ കൂടുതലും ഡോമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫേമസ് റൈറ്റർ ആയിരുന്നു. ഏജ് ഓഫ് സെൻസിബിലിറ്റി ആണ് ഈ ഒരു പീരീഡിലെ ഫേമസ് റൈറ്റർ ആയിരുന്നു സാമുവൽ ജോൺസൺ. ഏജ് ഓഫ് അഗസ്റ്റിൻ ഏജിലെ ഇമ്പോർട്ടൻറ്റ് റൈറ്റർ പോപ്പായിരുന്നു. സോ അഗസ്റ്റിൻ ഏജ് ഈസ് ഓൾസോ നോൺ ആസ് ഏജ് ഓഫ് പോപ്പ്. ഏജ് ഓഫ് സെൻസിബിലിറ്റി ഈസ് ഓൾസോ നോൺ ആസ് ഏജ് ഓഫ് ജോൺസൺ ബിക്കോസ് ഇവിടെ സാമുവൽ ജോൺസൺ ഒരു ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഡോമിനേറ്റഡ് റൈറ്റർ ആയിരുന്നു. ഓക്കെ. ദിസ് പീരിയഡ് ഈസ് ബിറ്റ്വീൻ ദ ഡെത്ത് ഓഫ് അലക്സാണ്ടർ പോപ്പ് ആൻഡ് ഡോക്ടർ സാമുവൽ ജോൺസൺ. സാമുവൽ ജോൺസൺ മരിക്കുന്നതിന് ഒരു വർഷം മുമ്പാണ് ഈ അഗസ്റ്റിൻ ഏജ് അവസാനിക്കുന്നത്. അഗസ്റ്റിൻ്റെ ഏജ് ഓഫ് സെൻസിബിലിറ്റി അവസാനിക്കുന്നത്. സാമുവൽ ജോൺസൺ മരിക്കുന്നതിന് ഒരു വർഷം മുമ്പാണ് ഏജ് ഓഫ് സെൻസിബിലിറ്റി അവസാനിക്കുന്നത്. ഏജ് ഓഫ് സെൻസിബിലിറ്റി റൈറ്റേഴ്സ് ഒലിവർ ഗോൾഡ്സ്മിത്ത്, എഡ്മണ്ട് ബുക്ക്, ജെയിംസ് ബോസ്വെൽ, എഡ്വേർഡ് ഗിബ്സൺ, ഹെർസ്റ്റൽ ലിൻഡ് സ്ട്രെയിൽ. ആൻഡ് നോവലിസ്റ്റ് വെയർ സാമുവൽ റിച്ചാർഡ്സൺ, ഹെൻറി ഫീൽഡിംഗ്, തോബിയാസ് സ്മോളറ്റ്, Lawrence Taylor. Okay, these are some writers of this period. ഓക്കെ, അന്നേരം നമ്മുടെ ക്ലാസിസം ന്യൂ ക്ലാസിസം ഇവിടെ അവസാനിച്ചു.
ഇതിനകത്ത് നമുക്കൊരു വർക്ക് പഠിക്കാനുണ്ട്, ദാറ്റ് ഈസ് അരിസ്റ്റോട്ടിലിൻ്റെ പോയറ്റിക്സ്. സോ ഞാനിപ്പോൾ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അരിസ്റ്റോട്ടിലിൻ്റെ പോയറ്റിക്സ്, റൊമാൻറ്റിസം ഒക്കെ ആയിട്ട് പിന്നീട് കാണാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഓൾസോ. താങ്ക് യു.